ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ട് പഠിച്ചാലോ? അടുത്തത് ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വിഷ്വലൈസിങ് ലീനിയർ റിലേഷൻഷിപ്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 9th ഗണിതമഞ്ജരി പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ്. അപ്പോൾ അതിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ലീനിയർ റിലേഷൻഷിപ്പ് പഠിച്ചു, ഇക്വേഷൻ എഴുതാൻ പഠിച്ചു, ലീനിയർ ഗ്രോത്ത്, ലീനിയർ ഡീകേ, പിന്നെന്താ പഠിച്ചാൽ ലീനിയർ റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി ഇതെല്ലാം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പോവുകയാണ്. വിഷ്വലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മളത് കാണാൻ പോവുകയാണ് അല്ലേ? വിഷ്വലൈസ് ചെയ്യാണ്. അതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ വിഷ്വലൈസ് ചെയ്യും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഇത് ലീനിയർ ഗ്രോത്ത് ആണോ, ലീനിയർ ഡീകേ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഓൾറെഡി അറിയണ കുറച്ച് കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആണ് എന്ത്? ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എക്സ് ആൻഡ് വൈ എന്ന രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് എന്ത്? ലീനിയർ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ട് വേരിയബിൾ എടുത്തിട്ടുള്ളൂ. അതും പറഞ്ഞാൽ എല്ലാത്തിനും എക്സും വൈയും വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണേ? ഒരു വേരിയബിൾ ഈക്വൽ ടു എന്താണ്? അതർ വേരിയബിളിൻ്റെ ടേമായിട്ട് എഴുതാണ്. വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, മറക്കരുത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇനി നമ്മൾ ഗ്രാഫാണ് വരയ്ക്കാൻ പോണേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം മനസ്സിലാവും. അപ്പോൾ ഇതിൽ എ എക്സ് പ്ലസ് ബിയിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? എ അല്ലേ? അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് ഒരു വേരിയബിൾ ഈക്വൽ ടു വേറൊരു വേരിയബിൾ ഇൻറ്റു അതിൻ്റെ കോഎഫിഷ്യൻ്റ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റായ എ എന്ന് പറയുന്നത് നമ്മളിത് ഒരു ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ പോളിനോമിയൽ നമ്മൾ ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈനോ ആവണമെന്നൊന്നുമില്ല. ഇങ്ങനത്തെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ലീനിയർ പോളിനോമിയൽ ഓർ ലീനിയർ ഇക്വേഷൻസ് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കിട്ടാം. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ 1 ആയിരിക്കും അല്ലേ? വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ, അതായത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 1 ആയിട്ടുള്ള അതാണ് എന്ത്? ലീനിയർ പോളിനോമിയൽ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് പറഞ്ഞാൽ എന്ത്? ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഡിഗ്രി 1 ആയിട്ടുള്ളത് ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എന്താ? സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഡിഗ്രി 2 ആയിട്ടുള്ളത് വരയ്ക്കുമ്പോൾ എന്താ കിട്ടുക? അതിങ്ങനെ ഒരു യു ഷേപ്പ് പോലത്തെ പരാബോള എന്ന് പറയും. യു ഷേപ്പ് എന്നൊന്നുമില്ല, അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞിരിക്കുന്ന ഷേപ്പിലുള്ളത് ഇങ്ങനെ കിട്ടാം. അപ്പോൾ അതിപ്പോൾ ഇവിടെ ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടണ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈനിൻ്റെ ചെരിവിനെയാണ് എന്തെന്ന് പറയുക? സ്ലോപ്പ്. ചെരിവ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞിരിക്കണം. അപ്പോൾ സ്ലാൻഡിങ് ലൈനൊക്കെ എന്താ ഇങ്ങനെ ആ ഒരു ചെരിവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റിൻ്റെയും സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ എ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായോ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിന് ആ ലൈനിലെ എല്ലാ പോയിൻറ്റിനും ഒരേ സ്ലോപ്പായിരിക്കും. ഇപ്പോൾ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന ലീനിയർ റിലേഷൻഷിപ്പ് ഒരു ഗ്രാഫിൽ വരച്ചാൽ കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. മനസ്സിലായോ? എ എന്ന് പറയുന്നത് എന്താ? എക്സ് എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ബി എന്ന് പറയുന്നത്? ബി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ വേർ ദ ലൈൻ കട്ട്സ് ദ വൈ ആക്സിസ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യണ? ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ
ആ ഒരു ലൈൻ വൈ ആക്സിസിൽ, അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ ഈ ഗ്രാഫ് കട്ട് ചെയ്യുന്ന ഈ ഒറിജിനിൽ നിന്നും ഈ കട്ട് ചെയ്യുന്ന ഈ പോയിൻ്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, ബി എന്ന് പറയണത്. മനസ്സിലായല്ലോ? അപ്പോൾ എ എന്ന് പറയണത് സ്ലോപ്പും ബി എന്ന് പറയുന്നത് എന്താ, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ വേർ ദ ലൈൻ കട്ട്സ് ദ വൈ ആക്സിസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ് ലീനിയർ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യണത്. അതിൽ ഇത് നമ്മൾ ഗ്രാഫിക്കലി അല്ലെങ്കിൽ വിഷ്വലി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇനി ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എ എന്ന് പറയുന്നതാണ് എന്ത്, സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ വേർ ദ ലൈൻ കട്ട്സ് ദ വൈ ആക്സിസ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് വൈ ആക്സിസ് കട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്നത്. ഇനി ബി ഈക്വൽ ടു 0 ആണെങ്കിൽ, ബി 0 ആയിക്കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്താവും, വൈ ഈക്വൽ ടു എ എക്സ് ആവും. അല്ലേ, ബി ഇല്ല, ബി എന്തായി, 0 ആയി. ബി ഇല്ല, ബി 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആ ലൈൻ എന്ത് ചെയ്യാണ്, ഒറിജിനിൽ കൂടെ ഇങ്ങനെ പോവാണ്, ഇത് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുക ഏകദേശം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയായാലും വരയ്ക്കാം. അതായത് ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇല്ല, പകരം അത് ഏതിൽ കൂടെ അങ്ങ് പോവും, ഈ ഒറിജിനിൽ കൂടെ അങ്ങോട്ട് പോവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ വേർ ദ ലൈൻ കട്ട്സ് ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ബി. അപ്പോൾ ഇവിടെ ബി എന്താണ്, ഇവിടെ ബി ഈക്വൽ ടു എന്താ, 0. മനസ്സിലായല്ലോ? അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ, നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് അല്ലേ. ആ സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ലീനിയർ ഗ്രോത്ത് ആണോ ലീനിയർ ഡീക്കേ ആണോ ആ റിലേഷൻഷിപ്പിൽ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഈഫ് ദ സ്ലോപ്പ് എ ഈസ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണേ, എന്താ, ലീനിയർ ഗ്രോത്ത്. ഇനി അടുത്തത് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലീനിയർ ഡീക്കേ. മനസ്സിലായോ? അപ്പോൾ എ എന്ന് പറയുന്ന ഈ സ്ലോപ്പ് നോക്കിയിട്ട് നമുക്ക് ലീനിയർ ഗ്രോത്ത് ഓർ ലീനിയർ ഡീക്കേ ആണോ എന്ന് പറയാൻ പറ്റും. എ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലീനിയർ ഗ്രോത്തും, ലെസ് ദാൻ 0 ആണെങ്കിൽ ലീനിയർ ഡീക്കേയും ആണ്. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, 2 ലീനിയർ ഇക്വേഷൻസ് ഓർ ലീനിയർ റിലേഷൻഷിപ്സ് തന്നു. അത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ആ 2 സ്ട്രെയിറ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ 2 ലൈനും എന്താണ്, പാരലൽ ടു ഈച്ച് അതർ ആണെന്ന് വയ്ക്കാം. 2 പാരലൽ ലൈൻസ് ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്, 2 പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ 2 ലൈൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് B1 ആണ് ഈ ലൈൻ, ഇവിടെ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് B2 ആണ് ഈ ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എ എക്സ് തന്നെയാണ്, ഇവിടെയും എ എക്സ് തന്നെയാണ്. അതായത് എ സെയിം ആണ്. എ എന്ന് പറയുന്നത് എന്താണ്, ഈ ലൈൻ്റെ ചെരിവ് അഥവാ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഈസ് സെയിം ഫോർ ബോത്ത് ദ ലൈൻസ് ബിക്കോസ് ദീസ് 2 ലൈൻസ് ആർ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് സെയിം ആണ്. ബട്ട് ഇവിടെ ബി നോക്കിക്കഴിഞ്ഞാൽ, ബി എന്ന് പറഞ്ഞാൽ എന്താ, വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഫ്രം ദ ഒറിജിൻ ടു ദാറ്റ് പോയിൻ്റ് ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ബി എന്ന് പറയണത്. അപ്പോൾ ഇവിടുത്തെ ഈ ലൈൻ്റെ ഈ ഡിസ്റ്റൻസ് നോക്കിയേ, ഒറിജിനിൽ നിന്ന് ഇത് B1. ഇനി അടുത്ത ഡിസ്റ്റൻസ് നോക്കിയേ, ഒറിജിനിൽ നിന്ന് ഇവിടം വരെ ഇതാണ് B2 അല്ലേ. അപ്പോൾ B1 B2ന് എന്തുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ബി വാരീസ് വൈൽ സ്ലോപ്പ് എ ഈസ് ഫിക്സ്ഡ്. മനസ്സിലായോ? പാരലൽ ലൈൻസിൻ്റെ കേസിൽ എ ഈസ് ഫിക്സ്ഡ്, ബി എന്താണ്, വേരി ചെയ്യും. ബിക്ക് എന്താണ്, ബിക്ക് മാറ്റം ഉണ്ടാവും, എ മാറില്ല. ഇനി നമുക്ക് എക്സസൈസ് 2.6 ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ എന്താണ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ലൈൻസ് ഇൻ ഈച്ച് കേസ് റിഫ്ലക്റ്റ് ഓൺ ദ റോൾ ഓഫ് എ ആൻഡ് ബി. അറിയാലോ, എ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈനാണ്, ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ആ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, y ഈക്വൽ ടു 4x, y ഈക്വൽ ടു 2x, y ഈക്വൽ ടു എക്സ്. അപ്പോൾ 3 റിലേഷൻഷിപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ലൈൻസ് കിട്ടും നമുക്ക് വരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ 3 ലൈൻസിലും ഈ 3 റിലേഷൻഷിപ്പിലും y ഈക്വൽ ടു ax എന്നുള്ള ഫോം മാത്രമേ ഉള്ളൂ അല്ലേ. ബി എന്താണ് ഇവിടെ 3 ഇതിലും ബി ഈസ് 0. ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും, ആ ലൈൻ y ആക്സിസിനെ കട്ട് ചെയ്യില്ല. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ലൈൻ ഗോസ് ത്രൂ ദ ഒറിജിൻ. അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പോയിൻ്റാണ്. നമ്മൾ നേരത്തെ കോൺസെപ്റ്റ് നോക്കിയപ്പോൾ പറഞ്ഞു, ബി ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ആ ലൈൻ y ആക്സിസിനെ കട്ട് ചെയ്യില്ല, പകരം അത് ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോവും. അപ്പോൾ നമുക്കിനി ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണേക്കാളും മുന്നേ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക, നമ്മൾ കോർഡിനേറ്റ്സിൽ കണ്ട പോലെ തന്നെ നമുക്കിവിടെ എക്സിനും വൈക്കും എന്ത് വേണം, വാല്യൂസ് കൊടുക്കുക. അപ്പോൾ എക്സ് ഇപ്പോൾ 0 ആകുമ്പോൾ y എത്രയാവും, എക്സ് 1 ആകുമ്പോൾ y എത്രയാവും എന്നുള്ളത് വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ബോക്സ് ആദ്യം തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ഏതാ നമ്മളിപ്പോൾ ചെയ്യണത്, y ഈക്വൽ ടു 4x ആണ്. അപ്പോൾ y ഈക്വൽ ടു 4xൽ വെൻ x ഈക്വൽ ടു 1 അല്ലെങ്കിൽ x ഈക്വൽ ടു 0 y എന്താവും, 0 ആവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 0 0 ഈ ലൈൻ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും. കാരണം ഇവിടെ b ഈക്വൽ ടു എന്താണ്, 0 ആണ് അല്ലേ. ഇനി എക്സിന് എത്ര കൊടുക്കാം, എക്സിന് 1 കൊടുത്താൽ y ഈക്വൽ ടു എന്ത് കിട്ടും, 4 കിട്ടും. എക്സിന് 2 കൊടുത്താൽ y ഈക്വൽ ടു എന്ത് കിട്ടും, 8 കിട്ടും. ഇനി എക്സിന് -1 കൊടുത്താൽ y ഈക്വൽ ടു എന്ത് കിട്ടും, -4 കിട്ടും. മതി, 3 4 പോയിൻറ്റ്സ് കിട്ടിയ കോർഡിനേറ്റ്സ് കിട്ടിയാൽ മതി. ഇനി ഇതുപോലെ അടുത്ത നോക്കാം, y ഈക്വൽ ടു 2x. അപ്പോൾ y ഈക്വൽ ടു 2xൽ നമുക്ക് പോയിൻറ്റ്സ് നോക്കാം, എക്സും വൈയും. എക്സിന് 0 കൊടുത്താൽ y എന്തായിരിക്കും, 2 × 0 0. ഇനി അടുത്തത് എക്സിന് 1 കൊടുത്താൽ y എന്തായിരിക്കും, 2 × 1 2. എക്സിന് 2 കൊടുത്താൽ y എന്തായിരിക്കും, 4 ആയിരിക്കും. എക്സിന് -1 കൊടുത്താൽ y എന്തായിരിക്കും, -2 ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് y ഈക്വൽ ടു എക്സ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സിന് 1 കൊടുത്താൽ y 1, എക്സിന് 0 കൊടുത്താൽ y 0 അല്ലേ. എക്സ് ഈക്വൽ ടു y ഓർ y ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കുന്നോ അത് തന്നെയായിരിക്കും ഇതിലെ പോയിൻ്റ്, വൈയും സെയിം നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനിയാണ് നമുക്ക് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ബോക്സ് നല്ല വൃത്തിയിൽ നിങ്ങൾ ഗ്രാഫ് പേപ്പറിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, ഗ്രാഫ് പേപ്പർ അല്ലാത്ത ആ സൈഡിൽ ഈ കോളൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഗ്രാഫ് വരയ്ക്കാനായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി, നേരത്തെ വരച്ച ബോക്സൊക്കെ ഇതിലെഴുതി. y ഈക്വൽ ടു 4x അതിൻ്റെ ബോക്സാക്കി, പിന്നെ y ഈക്വൽ ടു 2x അതിൻ്റെയും കോർഡിനേറ്റ്സൊക്കെ ബോക്സിലാക്കി, y ഈക്വൽ ടു എക്സിൻ്റെയും കോർഡിനേറ്റ്സ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസൊക്കെ ബോക്സിൽ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്സിസും y ആക്സിസും വരച്ച് അതിലൊക്കെ പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കോർഡിനേറ്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്യണം ഈ ഗ്രാഫിൽ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക, ലീനിയർ റിലേഷൻ എടുക്കുക, y ഈക്വൽ ടു 4x. അപ്പോൾ ആദ്യത്തെ y ഈക്വൽ ടു 4xൻ്റെ ആദ്യത്തെ കോർഡിനേറ്റ് എന്താ, 0 0, ദാറ്റ് ഈസ് ഒറിജിൻ. ഇനി അടുത്ത പോയിൻ്റ് ഏതാ, 1 4 1 4. അപ്പോൾ എക്സ് 1, y എന്തായിരിക്കും, y 4. അപ്പോൾ എക്സ് ആക്സിസിൽ 1 എടുക്കുക, y ആക്സിസിൽ 4 കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി എവിടെയാണ് വരാം, ഇവിടെയാണ്. അപ്പോൾ ഇതാണ് 1 4. ഇനി അടുത്തത് 2 8. അപ്പോൾ എക്സ് ആക്സിസിൽ 2 എടുക്കുക, y ആക്സിസിൽ 8 എടുക്കുക. ഇത് കിട്ടിയില്ലോ, 2 8. അപ്പോൾ നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി, 1 2, പിന്നെ ഒറിജിനായ ഈ തേർഡ് പോയിൻ്റ്. ഇനി -1 -4. എക്സ് ആക്സിസിൽ -1, y ആക്സിസിൽ -4. എവിടെ ആയിട്ട് വരും, ഇവിടെയായിട്ട് വരും. ഇനി ഈ 4 പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് എന്ത് വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതെന്താ, -1 -4. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയില്ലോ. ഈ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ ബിക്കോസ് ഇവിടെ എന്താണ്, b ഈക്വൽ ടു 0 ആണ്. ഇവിടെ b ഇല്ല അല്ലേ, y ഇൻ്റർസെപ്റ്റ് ഇല്ല. ഇനി അടുത്ത ഇത് വരച്ചാലോ, y ഈക്വൽ ടു 2x. അപ്പോൾ ഇവിടെ 0 0 എന്താ ഒറിജിൻ തന്നെ,
1 2 1 എക്സ് ആക്സിസിൽ 1 വൈ ആക്സിസിൽ 2. അടുത്തത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് എന്ത് എഴുതി വയ്ക്കണം? y ഈക്വൽ ടു 4x. ഇത് ആരുടെ ലൈനാണ്? y ഈക്വൽ ടു 4x എന്ന റിലേഷൻ്റെ ലൈനാണ്. ഇനി അടുത്തത് y ഈക്വൽ ടു 2x ആണ്. അപ്പോൾ 0 0 നോക്കി. ഇനി 1 2 നോക്കി. 2 4 2 എക്സ് ആക്സിസിൽ 2 വൈ ആക്സിസിൽ 4 ഇവിടെ വരും. ഇനി അടുത്തത് 3 6 എക്സ് ആക്സിസിൽ 3 വൈ ആക്സിസിൽ 6. ഇനി -1 -2 വൈ ആക്സിസ് എക്സ് ആക്സിസിൽ -1 വൈ ആക്സിസിൽ -2 ആണ്. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. ഏതൊക്കെയാണ്? ഒന്നിത്, പിന്നെ ഒറിജിൻ, പിന്നെ ഇവിടെ ഇവിടെ. അപ്പോൾ ഈ എത്ര പോയിൻ്റ് ഉണ്ട്? 1 2 3 4 5. ഈ 5 പോയിൻറ്റ്സും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. 1 4 ഇതെന്തായിരുന്നു? 3 6 ആയിരുന്നു. ഇതെന്തായിരുന്നു? 2 4 ആയിരുന്നു. ഇതേതാ പോയിൻ്റ്? 1 2. ഇവിടുത്തെ പോയിൻ്റ് ഏതായിരുന്നു? -1 -2. ഇനി ഈ ലൈൻ ഏതാ? y ഈക്വൽ ടു 2x. കിട്ടിയില്ല? ഇനി അടുത്തത് നമുക്ക് y ഈക്വൽ ടു x എന്ന ലൈനാണ്. അപ്പോൾ അത് എന്ത് തന്നെയാണ്? അതും ഒറിജിനിൽ കൂടെ പോണത് തന്നെയാണ്. 0 0 1 1 2 2 3 3 എല്ലാം ഇങ്ങനെ തന്നെ പോവും. -1 -1 -2 -2 -3 ഇങ്ങനെ പോവും അല്ലേ? എക്സ് എന്തെടുക്കണോ അത് തന്നെയായിരിക്കും y. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്യുക. ഇതേതാ? y ഈക്വൽ ടു x. ഇവിടെ ഈ കോർഡിനേറ്റ്സ് എഴുതണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മറക്കാതെ എഴുതേണ്ട കാര്യം എന്താണ്? ഈ ഓരോ സ്ട്രെയിറ്റ് ലൈൻ്റെയും റിലേഷൻ എന്താണെന്നുള്ളത് എഴുതാം. ഇത് y ഈക്വൽ ടു 4x ലൈനാണ്. ഇത് y ഈക്വൽ ടു 2x ലൈനാണ്. ഇത് y ഈക്വൽ ടു x ലൈനാണ്. ഈ 3 ലൈനും എവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്? ഒറിജിനിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇത് വരച്ചാൽ പോരാ. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ഈച്ച് കേസ് റിഫ്ലക്റ്റ് ഓൺ ദ റോൾ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഓരോ ഇതിലും എയും ബിക്കും എന്ത് റോളാണെന്നുള്ളത് ഒക്കെ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദീസ് 3 റിലേഷൻസ് y ഈക്വൽ ടു 4x, y ഈക്വൽ ടു 2x, y ഈക്വൽ ടു x. ഇതിൽ 3 എണ്ണത്തിൽ എന്താണ്? b ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് y ഇൻ്റർസെപ്റ്റ് ഈസ് 0, വിച്ച് മീൻസ് ദ ലൈൻസ് പാസ് ത്രൂ ദ ഒറിജിൻ അല്ലേ? ഇത് ഏതിൽ കൂടെ പോവാണ്? ഒറിജിനിൽ കൂടെ പോവാണ്. ദ ലൈൻ ഡസൻ കട്ട് ദ എക്സ് ആക്സിസ് വൈ ആക്സിസ്. വൈ ആക്സിസിനത് ഈ ലൈൻസ് 3 ലൈൻസും കട്ട് ചെയ്യുന്നില്ല. ഇനി ആദ്യത്തെ സ്ലോപ്പ് എന്താണ്? 4 ആണ്. രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? ഇവിടുത്തെ എ എന്താണ്? 2 ആണ്. മൂന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? 1 ആണ് അല്ലേ? ഇനി ഇതെല്ലാം നമുക്ക് എങ്ങനെ എഴുതാം? ദ ലൈൻസ് റെപ്രസെൻറ്റിംഗ് ദീസ് 3 റിലേഷൻസ് ഏതൊക്കെയാണ്? y ഈക്വൽ ടു 4x, y ഈക്വൽ ടു 2x, y ഈക്വൽ ടു x പാസ് ത്രൂ ദ ഒറിജിൻ അല്ലേ? ഈ 3 ലൈൻസും എന്ത് ചെയ്യാണ്? ഒറിജിനിലൂടെ പാസ് ചെയ്യാണ്. അതായത് y ഇൻ്റർസെപ്റ്റ് എന്താണ്? 0 ആണ്. കാരണം ഈ ലൈൻസ് ഒരു ലൈനും y ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല. നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 3 ലൈൻസും എങ്ങനെയാണ്? y ആക്സിസിനെ കട്ട് ചെയ്യാതെയാണ് പോണത്. y ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്. എവിടെ വെച്ച് മാത്രം? ഒറിജിനിൽ മാത്രം അല്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതുന്നത്. സിൻസ് ദ y ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഏതാണ്? b അല്ലേ? ഫോർ ദീസ് 3 ലൈൻസ് ഈസ് 0, ദാറ്റ് ഈസ് b ഈക്വൽ ടു 0 ഫോർ ഓൾ ദീസ് 3 ലൈൻസ്. ഇനി ഓരോ ഇക്വേഷൻ്റെയും സ്ലോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ ദ ഇക്വേഷൻ y ഈക്വൽ ടു 4x, ദ സ്ലോപ്പ് a ഈക്വൽ ടു 4. y ഈക്വൽ ടു 2x സ്ലോപ്പ് എന്താണ്? a ഈക്വൽ ടു 2. ആൻഡ് y ഈക്വൽ ടു x സ്ലോപ്പ് എന്താണ്? a ഈക്വൽ ടു 1. ഇനി അടുത്തത് നമുക്ക് സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലോപ്പ് എല്ലാം എങ്ങനത്തെ നമ്പേഴ്സാണ്? പോസിറ്റീവ് നമ്പറാണ് അല്ലേ? ഒരെണ്ണം 4, ഒരെണ്ണം 2, ഒരെണ്ണം 1 ആണ്. എല്ലാം 3 എണ്ണം എന്താണ്? പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്തും കൂടി എഴുതാം? സിൻസ് ഓൾ സ്ലോപ്സ് ആർ പോസിറ്റീവ് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ലീനിയർ ഗ്രോത്ത് ഇൻ ഈച്ച് കേസസ്. മനസ്സിലായോ? 3 കേസിലും എന്ത് തന്നെയാണ്? ലീനിയർ ഗ്രോത്ത് ആണ് കാണിക്കണേ. സ്ലോപ്പ് പോസിറ്റീവ് ആയാൽ ലീനിയർ ഗ്രോത്ത്, സ്ലോപ്പ് നെഗറ്റീവ് ആയാൽ ലീനിയർ ഡീക്കേ.
അപ്പോൾ ഇവിടെ ലീനിയർ ഗ്രോത്ത് ഉള്ളൂ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ. അടുത്ത സെറ്റ് ഓഫ് ലൈൻസ് നോക്കിയേ. y ഈക്വൽ ടു -6x, y ഈക്വൽ ടു -3x, y ഈക്വൽ ടു -x. അതായത് ഇവിടെ എല്ലാം a എന്താണ് ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം, ഇത് ഒരു ലീനിയർ ഡീകേ കാണിക്കുന്ന ലൈൻസാണ് അല്ലേ. ലീനിയർ റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എക്സ് കൂടുമ്പോൾ y കുറയുന്നു അല്ലേ, അങ്ങോട്ട് എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുക, ലീനിയർ ഡീകേ ആയിരിക്കും. ഇനി നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യാം. ഇവിടെ y ഈക്വൽ ടു എന്താണ് നമ്മുടെ എക്സ്പ്രഷൻ എന്താ, y ഈക്വൽ ടു ax പ്ലസ് ബി. ഇതിൽ a എന്താണ് ഇവിടെ, a എല്ലാം നെഗറ്റീവാണ്, അതുകൊണ്ട് ഇത് ലീനിയർ ഡീകേ ആണ്. ഇനി നമുക്ക് എന്തറിയാം, ബി എന്ന് പറയണത് ഇവിടെ ഇല്ല അല്ലേ, y ഇൻ്റർസെപ്റ്റ് ഒരു ഇക്വേഷനിലൂടെ കാണാനില്ല. അപ്പോൾ ബി ഈക്വൽ ടു ഇവിടെ 0 ആണ്. ദാറ്റ് മീൻസ് y ഇൻ്റർസെപ്റ്റ് ഈസ് 0. അതായത് ഈ ലൈൻസ് എല്ലാം ഏതിൽ കൂടെ പാസ് ചെയ്യുള്ളൂ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നോക്കാം. എക്സിനും വൈക്കും വാല്യൂ കൊടുക്കാം, ടേബിൾ ശരിയാക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം, -6, y ഈക്വൽ ടു -6x. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നോക്കാം. എക്സ് വൈ. എക്സിന് 0 കൊടുത്താൽ y എന്ത് കിട്ടി, -6 കിട്ടി. എക്സിന് 1 കൊടുത്താൽ y എന്ത് കിട്ടി, എക്സിന് 0 കൊടുത്താൽ y 0 കിട്ടി. എക്സിന് 1 കൊടുത്താൽ -6 കിട്ടി. എക്സിന് എന്ത് കൊടുക്കണം, എക്സിന് ഹാഫ് കൊടുക്കാം. ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ y എന്ത് കിട്ടും, -3 കിട്ടും. ഇനി എന്ത് കൊടുക്കാം, എക്സിന് 2 കൊടുത്താൽ y -12. അപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്താനാണ് ബുദ്ധിമുട്ട്. എൻ്റെ കയ്യിൽ ചെറിയ ഗ്രാഫ് പേപ്പറാണുള്ളത്, അപ്പോൾ -12 വരെയൊക്കെ നോക്കട്ടെ. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ -12. ഈ നമ്പേഴ്സ് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ എഴുതാം. നിങ്ങളുടെ ഗ്രാഫ് പേപ്പറിൻ്റെ വലിപ്പവും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്ത് വരയ്ക്കുക. അടുത്തത് എന്താ, y ഈക്വൽ ടു -3x. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് വൈ എടുക്കുക. എക്സിന് 0 കൊടുത്താൽ y 0, എക്സിന് 1 കൊടുത്താൽ y -3, എക്സിന് 2 കൊടുത്താൽ y -6, എക്സിന് 3 കൊടുത്താൽ y -9 അല്ലേ, 3x ആണ്. അപ്പോൾ 3 × 3 എന്താണ്, -9 ആണ്. ഇനി അടുത്ത ഇക്വേഷൻ, അപ്പോൾ y ഈക്വൽ ടു എന്താണ്, -x ആണ്. അപ്പോൾ എക്സ് എടുക്കുക, y എടുക്കുക. എക്സ് 0 ആണെങ്കിൽ y 0 തന്നെ. എക്സ് 1 ആണെങ്കിൽ y എന്തായിരിക്കും, -1 ആയിരിക്കും. എക്സ് -1 ആണെങ്കിൽ y എന്തായിരിക്കും, +1 ആയിരിക്കും. എക്സ് 2 ആണെങ്കിൽ y -2 ആയിരിക്കും. എക്സ് -2 ആണെങ്കിൽ y എന്തായിരിക്കും, പോസിറ്റീവ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കാനുള്ളതൊക്കെ ശരിയാക്കി ഇവിടെ ബോക്സൊക്കെ എഴുതി വെച്ചു. എക്സിൻ്റെയും വൈയുടെയൊക്കെ വാല്യൂസൊക്കെ കണ്ടുപിടിച്ചു. ഇനി കറക്റ്റ് കോർഡിനേറ്റ്സൊക്കെ കിട്ടി. ഇനി പോയിൻ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ y ഈക്വൽ ടു -6x. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ 0 0, 1 -6, 2 -12, ഹാഫ് -3. അപ്പോൾ ആദ്യം 0 0 എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിൻ. അടുത്തത് 1 -6, എക്സ് ആക്സിസിൽ 1, y ആക്സിസിൽ -6, അതായത് ഇവിടെ വരും. ഇനി അടുത്തത് 2 -12, എക്സ് ആക്സിസിൽ 2, y ആക്സിസിൽ -12, അപ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇനി അടുത്തത് ഹാഫ് -3, അതായത് ഹാഫ് എന്ന് പറഞ്ഞാൽ 0ൻ്റെയും 1ൻ്റെയും ഹാഫായിട്ട് വരും. ഹാഫിന് എത്രയാണ് വരുന്നത്, -3 ആണ്. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. കിട്ടിയില്ല. അപ്പോൾ എവിടേക്കാണ് പോയിൻ്റ്, ഒന്നിവിടെ, 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 ഒന്ന് ഇവിടെ, ഇവിടെ ഒറിജിൻ. ഇനിയിപ്പോൾ നെഗറ്റീവ് എക്സിനൊരു നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ y എത്ര കിട്ടും, y +6 ആണ് കിട്ടുക. അതുകൊണ്ട് നമുക്കത് കൊടുക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം ഇവിടെ +6 വരയ്ക്കാനുള്ള സ്ഥലം എനിക്കില്ല. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. ഒന്ന് ഇത്, ഒന്നിവിടെ, മൂന്നാമത്തെ പോയിൻ്റ് ഇവിടെ, 4 ഏതാ, ഒറിജിൻ. ഇതാണ് ലൈൻ. ഇത് എന്തിൻ്റെ ലൈനാണ്, y ഈക്വൽ ടു -6x. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എന്താണ്, ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ് അല്ലേ. എക്സിന് 0, y 0. എക്സിന് 1 വരുമ്പോൾ y എന്താണ്, -6 ആണ്. എക്സിന് ഹാഫ്, അതായത് 0-നേക്കാളും
കൂടിയ വില ഹാഫ് എടുക്കുമ്പോൾ y എന്താണ് -3 ആണ്, കുറയാണ് ചെയ്യണേ. എക്സിന് 1 എടുക്കുമ്പോൾ y ഒന്നുകൂടെ കുറയാണ്, -6 ആണ്. എക്സിന് 2, എക്സിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ y -12 ആണ്. -12 എന്ന് പറഞ്ഞാൽ -6നേക്കാളും ചെറുതാണ് -12. അപ്പോൾ ആസ് എക്സ് ഇൻക്രീസസ് y ഡിക്രീസസ് ആണ്, അതായത് ലീനിയർ ഡീക്കേ. ഇനി അടുത്തത് y =-3x നോക്കാം. 0 0 എന്താ ഒറിജിൻ തന്നെ. 1 -3 എക്സ് കോർഡിനേറ്റ് 1, അതായത് എക്സ് ആക്സിസിൽ 1, y ആക്സിസിൽ -3 ഇവിടെയായിട്ട് വരും. ഇനി -1 3, അതായത് എക്സ് ആക്സിസിൽ -1, y ആക്സിസിൽ +3. അടുത്തത് 2 -6 എക്സ് ആക്സിസിൽ 2, y ആക്സിസിൽ -6. ഇതൊക്കെ കിട്ടിയേ 1 2 പിന്നെ ഒറിജിൻ, അങ്ങനെ 4 പോയിൻറ്റ്സ് കിട്ടി. ആ 4 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാം. ഈ ലൈനാണ് എന്ത് y =-3x. ഇനി y =-x എങ്ങനെയാണ്? 0 0 1 -1 എക്സ് ആക്സിസിൽ 1 ആണെങ്കിൽ y ആക്സിസിൽ -1, -1 +1 എക്സ് ആക്സിസിൽ -1 ആണെങ്കിൽ y ആക്സിസിൽ +1, 2 -2 -2 +2, അതുപോലെ 3 ആണെങ്കിൽ എന്താ -3, -3 ആണെങ്കിൽ +3 അല്ലേ. അപ്പോൾ നമുക്കിവിടെ പോയിൻറ്റ്സ് കിട്ടി, ജോയിൻ ചെയ്യാം. ഇതാണ് എന്ത് y =-x ലൈൻ കിട്ടിയല്ലോ. അപ്പോൾ 3 ലൈൻസ് കിട്ടി, നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി എന്തെഴുതാം? ഇനി നമുക്കിതിനെ പറ്റിയിട്ട് എഴുതാം. എന്താ? all 3 lines pass through the origin since the y intercept for these 3 lines എന്താണ്? 0 ആണ്. അതായത് b =0 ആയതുകൊണ്ട് ഈ ലൈൻസ് എല്ലാം y ആക്സിസിനെ കട്ട് ചെയ്യില്ല. എവിടെ മാത്രമാണ് കട്ട് ചെയ്യുക? ഒറിജിനിൽ മാത്രമാണ് കട്ട് ചെയ്യുക. അതുകൊണ്ട് ഇതെല്ലാം ഒറിജിനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ് ഈ 3 ലൈൻസും. ഇനി എന്ത് പറയാം? എല്ലാം സ്ലോപ്പ് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ഇതെന്ത് കാണിക്കുകയാണ്? ലീനിയർ ഡീക്കേ കാണിക്കുകയാണ്. മനസ്സിലായില്ല? അതായത് എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും വൈയുടെ വാല്യൂ കുറയും. ഇനി നമുക്ക് എന്ത് പറയാം? അബൌട്ട് ഗ്രാഫ്സ് റെപ്രസെൻറ്റിംഗ് ദ റിലേഷൻസ് y =-6x, y =-3x ആൻഡ് y =-x. എന്തൊക്കെ പറയാം? all 3 lines pass through the origin. എന്തുകൊണ്ട്? സിൻസ് y ഇൻ്റർസെപ്റ്റ് b ഈസ് =0. ഈ എല്ലാ ലൈനിലും y =ax + b ആണ് എന്ത്? ലീനിയർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൽ b 0 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ലൈൻ പാസ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഇവിടെ എല്ലാത്തിലും എന്താണ്? b 0 ആയതുകൊണ്ട് ഈ ലൈൻസ് എല്ലാം ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകും. ഇൻ ഓൾ 3 റിലേഷൻഷിപ്സ് ദ സ്ലോപ്പ് a ഈസ് എ നെഗറ്റീവ് നമ്പർ. ഇതിലെ 3 എണ്ണത്തിലും a എന്താണ്? ax എന്ന് പറയുമ്പോൾ -6, ഇവിടെ -3, ഇവിടെ -1 ആണ്. അപ്പോൾ ഈ 3 ഇതിലും നെഗറ്റീവ് ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ റിലേഷൻഷിപ്സ് ഷോ ലീനിയർ ഡീക്കേ അല്ലേ. നെഗറ്റീവ് ആണ് സ്ലോപ്പ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലീനിയർ ഡീക്കേ ആണ് കാണിക്കുക. ഇനി എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂസ് എല്ലാ ഇതിലും എന്താണ്? y =-6x, a =-6. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. b എന്താ? 0. ഇവിടെ a =-3, ഇവിടെ എന്താണ്? b =0. ഇനി അടുത്തത് y =-6, a =-1, b =0. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? y =5x, y =-5x. അപ്പോൾ ആദ്യം നമുക്ക് y =5xനുള്ള കോളം റെഡിയാക്കാം. x 0 ആണെങ്കിൽ y തന്നെയായിരിക്കും 0 ആയിരിക്കും. x 1 ആണെങ്കിൽ y 5 ആവും. x 2 ആണെങ്കിൽ എന്താ? y =10 ആവും. ഇനി x ഇവിടെ ഒരു വാല്യൂ കൂടി എടുക്കാം. x -1 ആണെങ്കിൽ y എന്തായിരിക്കും? y -5 ആയിരിക്കും അല്ലേ. ഇനി അടുത്ത ഇത് നോക്കിയേ, y =-5x. അപ്പോൾ ഇവിടെ
എക്സ് 0 കൊടുത്താൽ വൈയും എന്ത് തന്നെയാണ് 0 കിട്ടി. എക്സിന് 1 കൊടുത്താൽ വൈ -5 കിട്ടി. എക്സിന് -1 കൊടുത്താൽ വൈ എന്താവും? -5 × -1 എന്താ? +5. എക്സിന് -2 കൊടുത്താൽ വൈ = എന്താ? +10. അപ്പോൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? വൈ = AX മാത്രമേ ഉള്ളൂ അല്ലേ? ബി എന്താണ്? ഇവിടെയും 0 തന്നെയാണ്. അപ്പോൾ അത് ഏതിൽ കൂടെ പാസ് ചെയ്യും? ഒറിജിനിലൂടെ പാസ് ചെയ്യും. പിന്നെ ഇവിടെ ഒരെണ്ണം എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ അത് ഒരെണ്ണം സ്ലോപ്പ് പോസിറ്റീവ്, ഒരെണ്ണം അതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഒരെണ്ണം എന്തായിരിക്കും? ലീനിയർ ഗ്രോത്ത്, അടുത്തത് ലീനിയർ ഡീകെ ആയിരിക്കും കാണിക്കുക. ഇത് ലീനിയർ ഡീകെ, ഇത് ലീനിയർ ഗ്രോത്ത്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0, 0, ദാറ്റ് ഈസ് ഒറിജിൻ. അടുത്തത് 1, 5. നമ്മൾ വരയ്ക്കണത് y = 5x ഗ്രാഫാണ്. 1, 5. അപ്പോൾ എക്സ് ആക്സിസ് 1, വൈ ആക്സിസ് 5. അടുത്തത് 2, 10. എക്സ് ആക്സിസ് 2, വൈ ആക്സിസ് 10. അടുത്തത് -1. എക്സ് ആക്സിസ് -1, വൈ ആക്സിസ് -5. -5 എവിടെയാണ്? ഇവിടെ വരും. അപ്പോൾ ഏതൊക്കെ പോയിൻ്റ് കിട്ടി? ഇതൊരു പോയിൻ്റ്, ഇത് ഒറിജിൻ, പിന്നെ ഇവിടെ. ഈ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഇത് ഏതാണ് ഇക്വേഷൻ? y = +5x ആണ്. y = 5x ലൈനാണിത്. ഇനി അടുത്തത് y = -5x. എന്താ? 0, 0, -1, 5. -1 എക്സ് ആക്സിസ്, +5 വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ അടുത്തത് -2, 10. -2 എക്സ് ആക്സിസ്, വൈ ആക്സിസിൽ 10, അതായത് ഇവിടെ. ഇനി 1, -5 എക്സ് ആക്സിസ് 1, വൈ ആക്സിസ് -5, അതായത് ഇവിടെ. അപ്പോൾ ഈ പോയിൻ്റ് ഒറിജിൻ, പിന്നെ ഇത് ഈ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യാം. ഇത് y = -5x ഗ്രാഫ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെന്നെ പറയാം? പാസ് ത്രൂ ദ ഒറിജിൻ സിൻസ് y ഇൻ്റർസെപ്റ്റ് b = 0. പിന്നെ ഇവിടെ y = 5x a = 5. സിൻസ് a ഈസ് എ പോസിറ്റീവ് നമ്പർ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലീനിയർ ഗ്രോത്ത്. ഇവിടെ എന്താണ്? a = -5. സിൻസ് a ഈസ് എ നെഗറ്റീവ് നമ്പർ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലീനിയർ ഡീകെ. അതായത് ബോത്ത് ലൈൻസ് റെപ്രസെൻറ്റിംഗ് y = 5x and y = -5x pass through origin since the y intercept b is 0. For the line y = 5x, the slope a = 5. Since the slope is a positive number, it indicates linear growth. For the line y = -5x, the slope a = -5. Since a is a negative number, it indicates linear ഡീകെ. മനസ്സിലാവണ്ടല്ലോ? എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചോളൂ. പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഇതെനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സബ്സ്ക്രൈബേഴ്സ് കൂടാതെ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട്, സ്റ്റേറ്റ് സിലബസിൻ്റെയാണ്. അത് മാത്ത് നെസ്റ്റ് ബൈ പ്രഭ എന്നാണ് ചാനലിൻ്റെ പേര്. ഇത് ഞാൻ CBSE സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.